അമ്പലപ്പുഴയിലെ UDF സ്ഥാനാർത്ഥിയും മുൻ CPIM നേതാവുമായ ജി സുധാകരനെതിരെ ആഞ്ഞടിച്ച് മന്ത്രി സജി ചെറിയാൻ. ജി സുധാകരനെ ചുമക്കുന്ന KC വേണുഗോപാൽ ആലപ്പുഴക്കടലിൽ ചാടിച്ചാകും. സ്വന്തം കുടുംബം പോലും ജി സുധാകരനെ വിശ്വസിക്കില്ല. ജി സുധാകരൻ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനെന്നും തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടിയെ ചതിച്ചെന്നും സജി ചെറിയാൻ പറഞ്ഞു. വേണുഗോപാൽ ആലപ്പുഴ കടലിൽ ചാടിച്ചാവും എഴുതി വെച്ചു. എനിക്ക് വേണുഗോപാലിന് ഭയങ്കര ഇഷ്ടമാണ്. കായലിൽ ചാടുമല്ല, കടലിൽ ചാവും. കായലിൽ ചായ പിന്നെ ആയാലും ബോട്ട് വന്ന് രക്ഷപ്പെടുത്തും. കടലിൽ അതുപോലും ഇല്ല. ഈ അസംബ്ലി ഇലക്ഷൻ റിസൾട്ടൊക്കെ വേണ്ട, അപ്പം കാണാം. ഇത് രണ്ടായാലും വേണുഗോപാലിന് അന്തിവ ഉറപ്പാണ്. ജയിച്ചാലും അന്തിവ, തോറ്റാലും അന്തിവ. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, രണ്ടായാലും അന്തിവ എഴുതി വെച്ചു. ഈ മനുഷ്യനെ ആര് വിശ്വസിക്കും? ഈ ലോകത്ത് സ്വന്തം കുടുംബാംഗങ്ങൾ വിശ്വസിക്കും. ഈ മനുഷ്യനെ എഴുതി വെച്ചു, വിശ്വസിക്കത്തില്ല. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത വഞ്ചനയും ചതിയും കാണിച്ചു. അതിൻ്റെ എല്ലാം ഞങ്ങളെല്ലാം ആക്ഷേപിച്ചതിൻ്റെ എല്ലാം അദ്ദേഹം കിട്ടി അനുഭവിക്കാതൊന്നും അതേ ഈ ലോകത്തുനിന്ന് വേർപെട്ട് പോകുന്നില്ല, ഉറപ്പ്. അതൊക്കെ നിങ്ങൾക്ക് കാണേണ്ടി വരും, നിങ്ങൾ കാണുകയും ചെയ്യും. എഴുതി വെച്ചു. അശ്വിൻ പല്ലാഴിയുണ്ട് വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്നും. അശ്വിൻ, സജി ചെറിയാൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. വോട്ടെടുപ്പ് കഴിഞ്ഞ് ഒരു ദിവസം പിന്നിടുമ്പോൾ ജി സുധാകരനെതിരെ കനത്ത ഭാഷയിലുള്ള വിമർശനമാണ് സജി ചെറിയാൻ മുന്നോട്ട് വച്ചിരിക്കുന്നത്, അല്ലേ? തീർച്ചയായും തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞ് ആകേണ്ട എന്ന് കരുതിയും തെരഞ്ഞെടുപ്പിന് ശേഷം കൃത്യമായ മറുപടി നൽകണം എന്ന ഉദ്ദേശത്തോടും കൂടിയും തന്നെയാണ് പാർട്ടി സജി ചെറിയാനെ ഇന്ന് വാർത്താ സമ്മേളനത്തിലേക്ക് നയിച്ചത്. അത് CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയാണ് സജി ചെറിയാൻ. ഇന്ന് പറഞ്ഞ പല കാര്യങ്ങളും സുധാകരൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾക്കുള്ള ശക്തമായ മറുപടി തന്നെയാണ്. പാർട്ടി വിട്ട ശേഷം കോൺഗ്രസിന്റെ UDFന്റെ പാളയത്തിലെത്തിയ ശേഷം ജി സുധാകരൻ നടത്തിയ പല വാർത്താ സമ്മേളനങ്ങളും ഒപ്പം തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രസംഗങ്ങളുമെല്ലാം പാർട്ടിയെ കടന്നാക്രമിക്കുന്നതായിരുന്നു. പാർട്ടി നേതാക്കളെയും മാഫിയ ബന്ധം അടക്കം അനുബന്ധിച്ച് വിമർശിക്കുന്നതായിരുന്നു. അതിനുള്ള എല്ലാമുള്ള മറുപടിയാണ് ഇന്ന് സജി ചെറിയാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. കോൺഗ്രസിലെത്തിയ സുധാകരൻ ഇനി കോൺഗ്രസ് പാർട്ടിയെക്കുറിച്ച് സംസാരിക്കുക, വെറുതെ CPIMനെയും നേതാക്കളെയും വിമർശിച്ചു വന്നാൽ അതിന്റേതായ രീതിയിൽ മറുപടി പറയേണ്ടി വരും. ഇതുവരെ പറയാത്ത കാര്യങ്ങൾ പോലും പുറത്തേക്ക് പറയേണ്ടി വരും എന്നൊരു മുന്നറിയിപ്പാണ് സജി ചെറിയാൻ ജി സുധാകരന് നൽകുന്നത്. അതിനൊപ്പം KC വേണുഗോപാലിനും ചെന്നിത്തലയ്ക്കും VD സതീശനും ഇല്ലാത്ത ആവേശം ജി സുധാകരന് വേണ്ട എന്നുകൂടി അടിവരയിട്ട് സജി ചെറിയാൻ പറയുന്നുണ്ട്. നിലവിൽ കോൺഗ്രസിന്റെ പാളയത്തിലുള്ള ജി സുധാകരനെ കൊണ്ട് കോൺഗ്രസ് ഇനി അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. അദ്ദേഹത്തെ ചുമന്നുകൊണ്ട് നടക്കുന്ന KC വേണുഗോപാൽ ആലപ്പുഴ കടലിൽ ചാടി മരിക്കും എന്നുള്ള ഒരു കാര്യം കൂടിയാണ് അദ്ദേഹം പരിഹാസ രൂപേണ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും സുധാകരനെതിരെ കടന്നാക്രമണമുണ്ട്. സജി ചെറിയാൻ അടക്കമുള്ള ആളുകളെ മാഫിയ ബന്ധമടക്കം അപേക്ഷിച്ച് അദ്ദേഹം ആരോപണം ഉന്നയിച്ചിരുന്നു. എന്ത് മാഫിയ ബന്ധമാണ് ഉള്ളത് എന്ന് ജി സുധാകരൻ തന്നെ വ്യക്തമാക്കണമെന്ന് സജി ചെറിയാൻ പറയുന്നുണ്ട്. ഒപ്പം 2 MLAമാർ, ആലപ്പുഴ ജില്ലയിലെ 2 CPIM MLAമാർ കോടീശ്വരന്മാരാണ് എന്നൊരു ആരോപണം കൂടി ജി സുധാകരൻ കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. ആ 2 MLAമാർ ആരാണ് എന്ന് ജി സുധാകരൻ തന്നെ വ്യക്തമാക്കണമെന്ന് സജി ചെറിയാൻ ആവശ്യപ്പെടുന്നുണ്ട്. ഒപ്പം ജി സുധാകരന്റെ സ്വത്ത് വിവരങ്ങളുടെ 25-ൽ 1 പോലും ഒരു CPIM MLAയ്ക്കും സ്വത്തില്ല എന്നുകൂടി സജി ചെറിയാൻ പറഞ്ഞു. എന്തായാലും വീണ്ടും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി ഒരു തുറന്ന പോരിലേക്ക് സജി ചെറിയാനും അല്ലെങ്കിൽ പാർട്ടിയും സുധാകരനും നീങ്ങുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ശരി, അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. എന്തായാലും തെരഞ്ഞെടുപ്പ് അവസാനിക്കാനാണ് നേതാക്കളൊക്കെ കാത്തിരുന്നത്. തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നു, എല്ലാ അർത്ഥത്തിലുമുള്ള വലിയ രീതിയിലുള്ള പ്രതികരണം വരുന്നു. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു തെരഞ്ഞെടുപ്പ് അവസാനിക്കട്ടെ എന്നിട്ടും മറ്റു മറുപടി പറയാമെന്ന്. അത് തന്നെയാണ് ഇന്ന് സജി ചെറിയാനിലും കാണാൻ സാധിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.